എല്ലാവർക്കും അത് തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മളെപ്പോലെ സാധാരണക്കാരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപം തന്നെയാണ്. അതായത് സേവിങ്സ് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴിയോ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സേവിങ്സ് അക്കൗണ്ടിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 2 to 3%, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു 6% റിട്ടേൺ ഒക്കെയാണ് നമുക്ക് ബാങ്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ റേറ്റിന് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റിസ്ക്കും കാര്യങ്ങളും നമുക്ക് വേറെ വരുന്നില്ല. നമ്മുടെ നിക്ഷേപം അവിടെ ഒരു സേഫ് ആയിട്ട് തന്നെ അവിടെ കിടക്കും. അവർ ഓഫർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള, അതായത് ബാങ്ക് അക്കൗണ്ട് നിക്ഷേപങ്ങളെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഷെയർ മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലെ നിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് തുടങ്ങിയ നല്ല കുറേയധികം അസറ്റ് ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യത്തെ പറ്റി ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുൻപ് ഞാൻ ചെയ്തതാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ഉണ്ടാവും. അപ്പോൾ ആ ഡിബഞ്ചേഴ്സിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ എന്താണ് ഡിബഞ്ചേഴ്സ് തുടങ്ങി അതിനെപ്പറ്റി, അതുപോലെ തന്നെ അതിൻ്റെ അകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്കുകളെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ നിങ്ങൾ കാണാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഡിബഞ്ചർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു ഡിബഞ്ചറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. അപ്സ്റ്റോക്സിനെ പറ്റിയ ഡീറ്റെയിൽ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറന്റ് അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 5 എന്ന് പറഞ്ഞ ഈ ഒരു പീരീഡിലുള്ള നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ ഫ്രീ ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നത്, യാതൊരു വിധത്തിലുള്ള ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾക്ക് 0 ബ്രോക്കറേജിൽ അപ്സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഓഫറായിട്ട് അവരൊരു 2000 rupees മണി കൺട്രോൾ പ്രോയുടെ 1 year സബ്സ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഡിബഞ്ചർ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുതായിട്ടൊരു ഡിബഞ്ചർ ഇഷ്യൂ വരുന്ന സമയത്ത് അതിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു ഡിബഞ്ചർ നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഒരു പുതിയ ഒരു ഡിബഞ്ചർ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം ജൂൺ 29 ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളെന്നും അതുപോലെ തന്നെ എങ്ങനെ അതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇത് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പുതിയൊരു ഡിബഞ്ചർ ഇഷ്യൂവിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എങ്ങനെ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ നമുക്ക് നോക്കാം, ഒരു ഡിബഞ്ചർ ഇഷ്യൂ വരുന്ന സമയത്ത് അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആ ഒരു ഡിബഞ്ചറിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡാറ്റ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മുത്തൂറ്റ് ഫിൻകോർപ്പ് സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പ് സെർച്ച് ചെയ്ത സമയത്ത് മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ആ പുതിയ ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഒരു ബേസിക്, അതായത് 1 lakh becomes 1,61,100 in just 60 months, അതായത് 5 വർഷം കൊണ്ട് 1,61,000 മാറും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പോപ്പപ്പ് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇതിപ്പം മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നാൽ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്നുണ്ടാവും NCD പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്.
ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു പേജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാവും ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ഇതേ ഡാറ്റ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ സംബന്ധിച്ച്, അതായത് ഈ മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുണ്ടായ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനിപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും NCD 6 പബ്ലിക് ഡീറ്റെയിൽസ് ഓൺ BSE വെബ്സൈറ്റിൽ നിന്ന് കാണുന്നുണ്ടാവും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ പോകുന്നത് BSE ഇന്ത്യൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ നമ്മുടെ ഈ മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് BSEൻ്റെ സൈറ്റിൽ തന്നെ ആവുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എല്ലാം ഓക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു നമ്മുടെ BSEയുടെ സൈറ്റിൽ വന്നിട്ട് നമ്മൾ കുറച്ച് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്നുണ്ടാവും പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ടാവും. അതിലൊരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആയി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ, ഇതിപ്പോൾ ഏകദേശം 509 പേജുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയും അതുപോലെ തന്നെ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുണ്ടായ കാര്യങ്ങളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ് ആ കമ്പനീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ പറഞ്ഞാൽ ഇത്രയും ഡിബഞ്ചർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാണ്. ആ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ എക്സ്പാൻഷൻസ് അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫണ്ട് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം അത് കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ സമയത്ത് ഇതിന് ആ ഒരു കമ്പനിക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കമ്പനി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മുടെ BSEയിലൊക്കെ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ടോപ്പിൽ നമുക്കിവിടെ കാണുന്നുണ്ടാവും പബ്ലിക് ഇഷ്യൂ ബൈ മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡ് ഓഫ് സെക്യൂർഡ് റെഡീമബിൾ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് 1000 ഈച്ച്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഡിബഞ്ചേഴ്സ് തന്നെ സെക്യൂർഡും ഉണ്ട് അതുപോലെ തന്നെ നോൺ സെക്യൂർഡും ഉണ്ട്. ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ വരുന്നത് സെക്യൂർഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്യൂർഡ് എന്ന് പറഞ്ഞ കാറ്റഗറി എന്താണെന്നുള്ളതൊക്കെ ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മുകളിൽ നിന്നായിരിക്കും, ആ ഒരു അസറ്റിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു കമ്പനി ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ നടന്നത്. ഏകദേശം 160 കോടിയുടെ ഡിബഞ്ചർ ഇഷ്യൂ ആണ്. അത് അത്രയും എമൗണ്ടാണ് ജനങ്ങൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു അസറ്റിൻ്റെ മുകളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഈ ഒരു കമ്പനിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡെപ്റ്റ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് നമ്മുടെ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു സെക്യൂർഡ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂവിൽ തന്നെ സെക്യൂർഡ് നോൺ സെക്യൂർഡ് ഉണ്ട്. ഓക്കെ, അപ്പം സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സെക്യൂർഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അധികം പേടിക്കേണ്ട. പക്ഷേ സെക്യൂർഡ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില സമയത്ത് എന്താ ഇഷ്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീൻസ് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു പിന്നെ കേസും കാര്യങ്ങളൊക്കെ നടന്ന് ആ ഒരു അസറ്റ്സും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫണ്ട് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ചിലപ്പം കുറേ കാലങ്ങൾ എടുത്തേക്കാം ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി. ഓക്കെ, സെക്യൂർഡ് ആണ്, നമ്മുടെ ഫണ്ട് തിരിച്ച് കിട്ടും. പക്ഷേങ്കിൽ മേ ബി കൂടുതൽ ടൈം എടുത്തേക്കാം നമ്മുടെ ഒരു ഫണ്ട് ക്ലിയർ ചെയ്ത് ആ ഒരു കോർട്ടും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ടൈം എടുത്തേക്കാം. ഓക്കെ, എങ്കിലും നമ്മുടെ ഒരു ക്യാപിറ്റൽ ഈ ഒരു മീൻസ് ഇങ്ങനൊരു ഇഷ്യൂ വരിക എന്നൊക്കെ പറഞ്ഞത് റെയർ സിനാറിയോ ആണ്. വളരെ ചെറിയ കേസുകളിൽ മാത്രമേ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരാറുള്ളൂ. ഓക്കെ, ഇപ്പം അല്ലാതെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സെക്യൂർഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു NCD ആണ്. NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. അതായത് നമുക്ക് ചില ഡിബഞ്ചേഴ്സ് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ ഷെയർസ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ കേസിൽ നമുക്ക് നോൺ കൺവേർട്ടിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഷെയർസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ നമുക്ക് കാണാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന റിട്ടേൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എത്ര നമുക്ക് റിട്ടേൺ കിട്ടും എന്നാണല്ലോ അറിയേണ്ടത്. ഇപ്പോൾ ഈ ബാങ്ക് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിന് 2%, 3% തരുന്നുണ്ട്. അതുപോലെ തന്നെ FD ഏകദേശം 6%ഒക്കെയാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയാൽ മാത്രം പോരെ നമ്മൾ ഇതിലേക്ക് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇഷ്യൂ സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂവിൻ്റെ സൈസ് എത്രയാണ്? ഇപ്പം ഏകദേശം 100 കോടി ആയുടെ ഇഷ്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലോട്ട്, അതായത് ഒരു ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് നമുക്ക് ഉദാഹരണത്തിന് ഒരു ഷെയറിൻ്റെ പ്രൈസ് 1000 രൂപയാണെന്ന് പറയാം. അതായത് ഒരു ലോട്ടിൻ്റെ പ്രൈസ് 1000 രൂപയാണ്. ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ലോട്ടാണ്. അതായത് 10,000 രൂപ എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 രൂപയുടെ 10 ലോട്ട്, അതായത് 10 ലോട്ടെങ്കിൽ നമ്മൾ എടുക്കണം. അതായത് 10,000 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിബഞ്ചർ ഇഷ്യൂയുടെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതായത് ആ ഒരു ഡിബഞ്ചറിൻ്റെ ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയുന്നതാണ് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ എന്ന് പറയുന്നത്. ക്രിസിൽ കൊടുത്തിട്ടുള്ളത് A എന്ന് പറയുന്ന ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അവരുടെ നമുക്ക് ക്രിസിലിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഓരോ ഇതിനും കൊടുക്കുന്ന ഒരു ഏതാണ് A ആണോ, ഏത് കാറ്റഗറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. A ഉണ്ടാവും, AAA ഉണ്ടാവും, അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ താഴത്തോട്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ റിസ്ക് കൂടുതലായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രിസിലൂടെ കൊടുത്തിട്ടുള്ള സ്റ്റേബിൾ എന്നുള്ളൊരു സർട്ടിഫിക്കേഷനാണ് ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂവിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രിക്ക് വർക്ക് റേറ്റിംഗ് ഏജൻസി കൊടുത്തിട്ടുള്ളത് A+ എന്ന് പറയുന്നത്. അതായത് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അതായത് കുഴപ്പമില്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിബഞ്ചർ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കമ്പനി കുഴപ്പമില്ലാത്ത സ്റ്റേബിൾ ആണെന്നുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഇവിടെ ഈ ക്രിസിലും അതുപോലെ തന്നെ നമ്മളെ ബ്രിക്ക് വർക്ക് റേറ്റിംഗ് ഏജൻസിയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ റേറ്റിംഗ് കിട്ടി. പക്ഷേ റേറ്റിംഗ് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ മേ ബി ഒറ്റൊരു സിംഗിൾ ഡേ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ റേറ്റിംഗ് അങ്ങ് മാറ്റാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിംഗ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കേണ്ട ഇവർ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടുള്ള റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. മേ ബി ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ ഒരു റേറ്റിംഗ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന റിട്ടേൺ നോക്കാം. ഓക്കെ, ഇതിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് 9 ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ടൈം പീരീഡും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന പീരീഡൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു 9 സീരീസ് നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ സീരീസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു 9 സീരീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മന്ത്ലി, ആനുവലി, ക്യുമുലേറ്റീവ്, അങ്ങനെ ഇത്തരത്തിൽ 3 ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനൊരു അതായത് ഓരോന്നിലും നമുക്ക് 3 ടൈപ്പ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 9 ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മന്ത്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേണിൻ്റെ ഒരു പോർഷൻ നമുക്ക് മന്ത്ലി നമുക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ആനുവലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ആനുവലി ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടാവുക. അതേ സമയത്ത് ക്യുമുലേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടുള്ളൂ. അതായത് ഒരു വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ 1 ലക്ഷം ഞാൻ ഇട്ടു, 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷം കഴിയുന്ന സമയത്ത് 10,000 രൂപ അവർ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതിന് പകരം നമ്മൾ ഈ ഒരു അതാണ് ഈ ആനുവൽ. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ ആനുവലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 1 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന് 10% അവർ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ആ ഒരു ഇയർ എൻഡിങ്ങിൽ എനിക്ക് ഒരു 10,000 രൂപ എൻ്റെ ബാങ്കിലേക്ക് ക്രെഡിറ്റായി കിട്ടും. ഓക്കെ, അതാണ് ഈ ആനുവൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇതിൽ തന്നെ ഞാൻ ഈ ഒരു ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കൊല്ലം എൻ്റെ ബാങ്കിലേക്ക് കിട്ടേണ്ട, അതായത് ഒരു ഇയർ കഴിയുന്ന സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അവരത് ആ ഒരു ഇതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇയർ കഴിയുന്ന സമയത്ത്, അതായത് മൊത്തം ടെന്യൂർ കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു അഡീഷണൽ ബെനിഫിറ്റും കൂടി നമുക്ക് കിട്ടും. ആ ഒരു റീഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു എഫക്റ്റീവ് ഈൽഡ് കൂടുതൽ കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു 3 ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ 9 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 9 ഓപ്ഷനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും.
ഓക്കെ, അത് നമുക്കിനി നോക്കാം. ഇതിൽ തന്നെ ഈ 24 months, അതായത് ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 yearsൻ്റെ ഓപ്ഷനാണ്. ഓക്കെ, 2 വർഷത്തിൻ്റെ ഓപ്ഷൻ, അതായത് മന്ത്ലി നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 yearsൻ്റെ ഓപ്ഷൻ നമുക്ക് ഇയർലി കിട്ടുന്ന ഈ ഒരു മന്ത്ലി എന്നുള്ള പ്ലാനിന് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 9% ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 9% കിട്ടും. അത് തന്നെ നമുക്ക് 38 months ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 9.15 എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൂപ്പൺ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് പീരീഡ് കൂടുന്ന സമയത്ത് അവർ കൂടുതൽ, അതായത് നമ്മുടെ ഈ എമൗണ്ട് അവർക്ക് കൂടുതൽ കാലത്തേക്ക് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് അവർ തരുന്നു. ഓക്കെ, അപ്പം അതേ സമയത്ത് തന്നെ 60 monthsൻ്റെയാണ്. 60 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 yearsൻ്റെ ആവുന്ന സമയത്ത് നമുക്ക് 9.25 ആണ് കിട്ടുന്നത്. ഓക്കെ, അതും മന്ത്ലി. അപ്പോൾ നമുക്ക് ഈ ഒരു 9 ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇനി നമുക്ക് ഈ അടുത്ത, അതായത് ആനുവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 വർഷത്തിൻ്റെതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.40 ആണ് കിട്ടുന്നത്. അതായത് ഓരോ വർഷത്തിൻ്റെ ഇയർ എൻഡിങ്ങിൽ നമുക്ക് ഈ ഒരു 9.40 എന്ന് പറയുന്ന പെർസെൻറ്റേജ് നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 9.40 എന്ന് പറയുന്ന പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അത് തന്നെ 38 monthsലേക്ക് വരുമ്പോൾ 9.65, അത് തന്നെ 60 monthsലേക്ക് വരുന്ന സമയത്ത് 9.75. ഓക്കെ, ഇത് നമുക്ക് ആനുവലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു റിട്ടേൺ, അതായത് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന കേസിലാണ്. അതേ സമയത്ത് നമുക്ക് വീണ്ടും അതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്, അതായത് ക്യുമുലേറ്റീവിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണുന്നുണ്ടാവും 9.65. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് 10% വരെയാണ്. 10% പറഞ്ഞാൽ 60 monthsലേക്ക്, 5 വർഷത്തിലേക്ക് നമ്മളൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത് 10% ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം കിട്ടുന്ന റിട്ടേൺ, അതായത് ഈ ഒരു 5 വർഷത്തേക്ക് ക്യുമുലേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% ആണ് കിട്ടുന്ന മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട്, അതിലിപ്പോൾ മന്ത്ലി വേണോ ആനുവലി വേണോ ക്യുമുലേറ്റീവ് വേണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ബാങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല, എല്ലാ ബാങ്കിലും പറ്റില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ SBIയിൽ നമുക്ക്, ഇപ്പോൾ SBI ഒരുവിധ ആളുകളുടെയും കയ്യിലുണ്ടാവും. SBI നെറ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ SBI നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ SBIയുടെ നെറ്റ് ബാങ്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. അതിൽ താഴെ വരികയാണെങ്കിൽ ഡിമാറ്റ് സർവീസ് ആൻഡ് അസ്ബ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മളിവിടെ കാണുന്നുണ്ടോ അസ്ബ സർവീസ് IPO. നമ്മൾ IPO, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ IPO ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേ ഒരു ഫീച്ചർ തന്നെ അതിൽ തന്നെ നമുക്കൊരു IPO ഡെപ്റ്റ് എന്ന് പറഞ്ഞ IPO ഇക്വിറ്റി ഉണ്ട്, IPO ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പം SBIയിൽ നമുക്കിവിടെ IPO ഡെപ്റ്റ് ഫണ്ടുകൾക്ക് അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തത്, അതായത് ഈ ഒരു ഇഷ്യൂ ഓപ്പൺ ആയത് 29 ജൂണിനാണ്. ഓക്കെ, 17 ജൂലൈയിലാണ് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗോ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇതിൽ അവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡിബഞ്ചർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിബഞ്ചറിന് അപ്ലൈ ചെയ്യേണ്ട ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഡിബഞ്ചറിലേക്ക് അപ്ലൈ ചെയ്യുന്ന പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിൽ കാണിക്കും ക്വാണ്ടിറ്റി, മിനിമം ക്വാണ്ടിറ്റി പറഞ്ഞാൽ 10 ആണ്. ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസ് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ മിനിമം 10,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ കറസ്പോണ്ടിങ് കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻഡിവിജ്വൽ അപ്ലൈയിങ് ഫോർ ആൻ എമൗണ്ട് അഗ്രിഗേറ്റിംഗ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 5 lakhs. ഓക്കെ, അപ്പം 5 ലക്ഷം വരെയുള്ളതിന് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഇതിൽ എന്താണ് പറയുക, ഒരു അപ്ലിക്കൻറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇഫ് യു ഹാഡ് നോട്ട് ആഡഡ് അപ്ലിക്കൻ പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ആഡ് ന്യൂ അപ്ലിക്കൻ. അപ്പോൾ നമ്മൾ പുതിയൊരു അപ്ലിക്കൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു അപ്ലിക്കൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ. ഞാൻ അത് പോയിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിക്ക് നെയിം ചോദിക്കും, അത് സെലക്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ നമ്പർ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ DP അക്കൗണ്ട് കൊടുത്തതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പല സീരീസ് 1 to 9 ഇവിടെ കാണിക്കുന്നത്, അതാണ് ഇവിടെ സീരീസ് 1 to 9. അതിലിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ ആനുവലി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ തന്നെ ഞാനിപ്പോൾ ഈ ഒരു 2 ഇയേഴ്സിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതായത് നമുക്ക് വരുന്നത് കാറ്റഗറി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സീരീസ് 4 പോകുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നില്ല കൊടുക്കുക. എനിക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 ക്വാണ്ടിറ്റി, അതായത് 1 lakhനാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ കാണിക്കും 10,000. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ സെപ്പറേറ്റ് സീരീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ സീരീസ് 4 മാത്രം കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഡിബഞ്ചർ ഇഷ്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഡിബഞ്ചർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഡിബഞ്ചറിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൊക്കെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു മുത്തൂറ്റിൻ്റെ എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുത്തതാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഒരു റെക്കമെൻഡേഷനായിട്ട് പറയുന്നതല്ല. മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ഷനും കാര്യങ്ങളും ഫൈനലൈസേഷനൊക്കെ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് മാത്രം തീരുമാനിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിബഞ്ചറിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ ഒരു ഡിബഞ്ചറിന് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ ഒരു നോർമൽ ബാങ്ക് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മാത്രം പോകുന്നതിന് പകരം നിങ്ങളൊരു ഇത്തരത്തിലൊരു ബെറ്റർ അസറ്റ് ക്ലാസ്സുകൾ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ സമ്പാദിച്ച ആ ഒരു എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ തന്നെ എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.